ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കൂട്ടുകറീൻ്റെ റെസിപ്പിയാണ്. ഓണക്കല്ലേ, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് കറുത്ത കടല എടുത്തിട്ടുണ്ട്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. അത് നല്ലോണം വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്തെടുക്കാം. അതൊരു 1/4 വേവ് കുക്കറിൽ വെന്തതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ചേനയും കായും മുറിച്ചത് ചേർത്തെടുക്കാം. പച്ചക്കായാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം. അത് ജസ്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേവാവും. അപ്പോൾ അതവിടെ റെഡിയാവുമ്പോഴേക്കും ഇവിടെ തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ചെറിയ ജീരകവും അതുപോലെ തേങ്ങയും കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഈ ഒരു പരിവാകുമ്പോൾ ഒന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കാം. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. അധികം ചേർക്കണ്ട, ഇതൊരു കട്ടിയിൽ തന്നെ ഉണ്ടാവണം തേങ്ങ അരപ്പ്. ഇനി അരച്ച് വെച്ച തേങ്ങ വേവിച്ചെടുത്ത വെജിറ്റബിൾസിലേക്ക് ചേർത്തെടുക്കാം. പിന്നെ നല്ലോണം വേവിച്ചെടുക്കണം. തേങ്ങയൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. ആ ഒരു ടൈമിൽ ലാസ്റ്റ് ഇത് കാച്ചി വയ്ക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കാച്ചി വയ്ക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പൊടിച്ച വെല്ലമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നീരോ ചേർത്തെടുക്കാം. ഞാനിവിടെ ഉരുക്കിയ വെള്ളം ഉണ്ടായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.